ഇന്നത്തെ നമ്മുടെ ഐറ്റം നസാറ. കണ്ണൂർക്കാരുടെ ഒരു സ്പെഷ്യൽ സ്വീറ്റ് ആണ് കേട്ടോ. ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് കണ്ടാലോ. ഞാനിവിടെ അരക്കപ്പ് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. അത് കഴുകിയതിന് ശേഷം ഒരു 4 മണിക്കൂർ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. അത് ക്ലിയർ ആയിട്ട് വരുവോളും അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അരിച്ചെടുക്കണം കേട്ടോ. നല്ല ക്ലിയർ ആയിട്ട് വെറും അതിൻ്റെ ഇതുപോലെ ചെണ്ടിയായിട്ട് വരുന്നവരെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം. അരമണിക്കൂറിന് ശേഷം വെള്ളം വേറെയും അടിയിൽ വേറെ ഊറി കിടക്കുന്നുണ്ടാവും കേട്ടോ പൊടി. അത് നമുക്കൊരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1.5 കപ്പ് പാലും ചേർത്തിട്ട് നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അടി പിടിക്കാതെ ശ്രദ്ധിക്കണം. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും 2 നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് കുറുകി വരും. ഇതുപോലെ കുറുകി വരുന്നുണ്ട്. നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഈ ഒരു രീതിയിലാവുമ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ. നല്ല വലിയ ബബിൾസ് ഒക്കെ വരുമല്ലേ തിളക്കുന്ന സമയത്ത്, ആ ഒരു സമയത്ത് ഓഫ് ചെയ്താൽ മതി. ഇനി ഒരു പാനിൽ 1.5 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ചൂടോട് കൂടെ പെട്ടെന്ന് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് സെറ്റ് ആവും. എന്നിട്ട് അത് ചൂടോട് കൂടെ നെയ്യ് തടവിയിട്ടുള്ള ഒരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കുക. സെറ്റ് ആയതിനു ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ആ നെയ്യിൻ്റെ ഫ്ലേവറും ഒക്കെ വരുമ്പോൾ അടിപൊളി.